അല്ലെങ്കിൽ ഇങ്ങനെ ആ വിളക്കിന്റെ മുമ്പ് ഇങ്ങനെ കാണിച്ചിട്ടൊരു ഓട്ടം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ നേരത്തെ തൊഴുതിട്ട് ആൾക്കാർ പറയും എന്നും അവൻ തൊഴുത് ഇറങ്ങോട്ട് തിരുമേനി ഭയങ്കര വിശ്വാസിയാണ്. അതല്ല, അത് മാത്രമല്ല പ്രാർത്ഥന. അപ്പൊ ആദ്യം നമ്മൾ പ്രാർത്ഥനാ സങ്കല്പം തുടങ്ങുന്നതിന് മുമ്പ് ഗുരുവിനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആരാണ്? രണ്ടാമത് ദേവന്മാരുടെ അധിപനായി നിൽക്കുന്ന ഗണപതിക്ക് ആണ്. ഗണപതിയെ പ്രാർത്ഥിച്ചു, കുറച്ചു നേരം ഗംഗണപതിയൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മൂലകുടുംബം, നമ്മുടെ പരദേവത, നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഈശ്വരന്മാരെ പ്രാർത്ഥിക്കണം. ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പൂ തറവാടുകൾ, ധർമ്മദൈവത്തിന് അതിന് നാമജപാദികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇനി മഹാദേവനാണെങ്കിൽ നമശിവായ ചോദിക്കാം, മഹാവിഷ്ണു ആണെങ്കിൽ എന്താ പറയണേ നാരായണനാമം ചോദിക്കാം, ഭഗവതിയാണ് ഭഗവതിയുടെ നാമം ചോദിക്കാം. ഇനി ഒന്നും പറ്റില്ലെങ്കിൽ എൻ്റെ കുലദേവതയ്ക്ക് നമസ്കാരം, അറിയില്ല എങ്കിൽ എൻ്റെ കുടുംബദേവതയ്ക്ക് നമസ്കാരം, ഇത് പറഞ്ഞാൽ മതി. എൻ്റെ കുടുംബദേവതയെ അനുഗ്രഹിക്കണേ, ഇത് പറഞ്ഞെങ്കിലും. മൂന്നാമത് കുടുംബദേവതയ്ക്കാണ്. നാലാം ഭാവത്ത്, പ്രാർത്ഥനയുടെ നാലാം ഭാവം, നമ്മൾ താമസിക്കുന്ന നാട്ടിലെ ദേശത്തിന്റെ അധിപതിയായ ദേശദേവതയ്ക്ക് നമസ്കാരം, പ്രാർത്ഥിക്കണം. ദേശദേവതയുടെ കീർത്തനങ്ങൾ കേൾക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എന്തു വേണമെങ്കിലും ആവാം.